ഹലോ ഫ്രണ്ട്സ്. ഹലോ എന്താണ് വിശേഷം? സുഖം തന്നെയല്ലേ? ക്രിസ്മസ് ഇങ്ങ് അടുത്തു. അതെ. കൂട്ടുകാരെ, നിങ്ങളോട് ഞങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ പറയാം. ക്രിസ്മസ് ട്രീയെ പറ്റിയാണെന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ ക്രിസ്മസ് ട്രീയെ പറ്റിയാണ് പറയുന്നത്. മരമാണ്. ഏത് മരമാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? രണ്ട് പ്രധാനപ്പെട്ട മരങ്ങളാണ് ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. അതിൽ ഒന്നാണ് ഫിർ എന്ന് പറയുന്ന മരവും രണ്ടാമത്തേത് പൈൻ എന്ന് പറയുന്ന മരവും. ഓക്കെ, പിന്നെന്താ മരമാണ്? ഓക്കെ, പൈൻ മരമാണ്. രണ്ട് പ്രധാനപ്പെട്ട മരങ്ങളാണ് ഇതിന് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം എവിടാണെന്ന് ചോദിച്ചാൽ നീ പറ. അമേരിക്കയിലല്ലേ? നിന്നോട് ആര് പറഞ്ഞു അമേരിക്കയിലാണെന്ന്? എല്ലാം അമേരിക്കയിലാണല്ലോ തുടങ്ങുന്നത്. അമേരിക്കയിലല്ല. ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ജർമ്മനിയിലാണ്. സ്ട്രാസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ക്രിസ്മസ് ട്രീ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. 1605 ക്രിസ്മസ് ട്രീ എന്ന ഒരു പതിവ് ആരംഭിച്ചു. എന്നാൽ 19-ാം നൂറ്റാണ്ടോടുകൂടി ഇത് ലോകമെമ്പാടും വ്യാപിക്കുന്ന ഒരു രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ മഞ്ഞുകാലത്ത് പ്രധാനമായും മഞ്ഞിനെ ഒന്ന് പ്രതിരോധിക്കുന്നതിനുള്ള മരമായി പൈൻ മരത്തെയൊക്കെ, കാറ്റുകളെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു മരമായി ജർമ്മനിയിൽ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് വ്യാപകമായി ക്രിസ്മസ് മരങ്ങളിലേക്കും ഇലുമിനേഷൻസിലോട്ടും ഒക്കെ മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. 1923 1923 അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ആദ്യമായി ക്രിസ്മസ് ട്രീ വെക്കാൻ ആരംഭിച്ചത്. അല്ല, 1923 വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ വൈറ്റ് ഹൗസിൽ വെക്കാൻ തുടങ്ങി. എന്നാൽ വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് ഇന്ന് പലതരത്തിലുള്ള ക്രിസ്മസ് ട്രീകൾ വളരെയധികം പ്രചാരത്തിലുണ്ട്. LED ക്രിസ്മസ് ട്രീകൾ ഇന്ന് പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു. സോ ആ തരത്തിൽ ജർമ്മനിയിൽ തുടങ്ങിയ ഈ ഒരു പരിപാടി ലോകമെമ്പാടും എത്തി, ലോകമെമ്പാടും ആചരിക്കുന്ന ഒരു പ്രധാന രീതിയായി മാറിക്കഴിഞ്ഞു. ഇതാണ് ക്രിസ്മസ് ട്രീയുടെ പുറകിലെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹാപ്പി ക്രിസ്മസ്. ബൈ.